തൃശൂർ കോർപ്പറേഷനിൽ നാടകീയ രംഗങ്ങൾ. അടിയന്തര കൌൺസിലിൽ ചർച്ച പൂർത്തീകരിക്കാതെ മേയർ യോഗം പിരിച്ചുവിട്ടു. പ്രതിപക്ഷം മേയറെ ഉപരോധിച്ചത് സംഘർഷത്തിനിടയാക്കി. വിദ്യാഭ്യാസ വായ്പ തിരിച്ചടച്ചിട്ടും ബാങ്ക് NOC നൽകുന്നില്ലെന്ന പരാതിയിൽ നടപടി. പരാതിക്കാർക്ക് അനുകൂല തീരുമാനവുമായി ബാങ്ക്. പാലപ്പള്ളിയിൽ വീണ്ടും വീടിന് നേരെ കാട്ടാനാക്രമണം. വീടിന് മുകളിലേക്ക് കവുങ്ങുകൾ മറിച്ചിട്ട കാട്ടാനക്കൂട്ടം കോഴിക്കോടും തൊഴുത്തും തകർത്തു. 5 ആനകളാണ് വീട്ടുമുറ്റത്തെത്തി ഭീതി പരത്തിയത്. ദേശീയപാത കുതിരാനിൽ അപകടങ്ങൾ തുടർക്കഥ. വാണിയമ്പാറയിൽ എമർജൻസി ഓപ്പറേഷൻ സെന്ററായി ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കുമെന്ന റവന്യൂ മന്ത്രിയുടെ പ്രഖ്യാപനം നടപ്പായില്ല. ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. പാവറട്ടിയിൽ മിന്നൽ ചുഴലിയിൽ പരക്കെ നാശം. ചൊവ്വന്നൂരിൽ ഇരുനില വീട് തകർന്നു വീണു. കൊടുങ്ങല്ലൂരിൽ മത്സ്യത്തൊഴിലാളി പുഴയിൽ മുങ്ങി മരിച്ചു. മനക്കുടി പുള്ളു റോഡ്, മനക്കുടി കോടഞ്ഞു റോഡ് എന്നിവ അടച്ചു. മുള്ളൂർക്കരയിൽ ബീവറേജസ് ഔട്ട്ലെറ്റ് തുറക്കാനുള്ള തീരുമാനം സ്റ്റേ ചെയ്ത ഹൈക്കോടതി. സാമൂഹിക വിരുദ്ധ ശല്യം രൂക്ഷമാകുമെന്ന ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. നമസ്കാരം. വാർത്തകൾ വിശദമായി. പ്രതിഷേധവും സംഘർഷവും. തൃശൂർ കോർപ്പറേഷനിൽ നാടകീയ രംഗങ്ങൾ. അടിയന്തര കൌൺസിലിൽ ചർച്ച പൂർത്തീകരിക്കാതെ മേയർ യോഗം പിരിച്ചുവിട്ടു. മേയറെ ഉപരോധിച്ച് പ്രതിപക്ഷം. കോർപ്പറേഷന്റെ അയ്യന്തോളിലെ അപകടാവസ്ഥയിലായ പഴയ കെട്ടിട സമുച്ചയം പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രധാന അജണ്ടയോടെയാണ് അടിയന്തര കൌൺസിൽ യോഗം ആരംഭിച്ചത്. നിലവിൽ കെട്ടിടത്തിലുള്ള 12 വ്യാപാരികളുടെയും പുനരധിവാസം ഉറപ്പുവരുത്തുന്ന കാര്യങ്ങളടക്കം ാക്കി 1 മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ പ്രതിപക്ഷ കൌൺസിലർമാർ അജണ്ടയിൽ നിന്നും വ്യതിചലിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി മേയർ പലപ്പോഴും രംഗത്ത് വന്നു. ഇത് ഗവനിക്കാതെ പ്രതിപക്ഷാംഗങ്ങൾ ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ചതോടെ മറ്റ് അജണ്ടകൾ വായിച്ചു പാസാക്കി മേയർ യോഗം പിരിച്ചുവിടുകയായിരുന്നു. ഇതോടെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൌൺസിലർമാർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. തുടർന്ന് മേയറുടെ ചേംബറും ഉപരോധിച്ചു. കോൺഗ്രസിന് പിന്നാലെ BJP അംഗങ്ങളും ഉപരോധവുമായി രംഗത്തെത്തി. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് മറികടന്ന് കോർപ്പറേഷൻ നടത്തിയ നികുതി പിരിവിനെതിരെ 198 പേർ ഹൈക്കോടതിയിൽ പരാതി നൽകിയിരുന്നു. ഇത് നിരീക്ഷിച്ച കോടതി അധിക നികുതിയായി കോർപ്പറേഷൻ പിരിച്ചെടുത്ത തുക ജനങ്ങൾക്ക് തിരികെ നൽകണമെന്ന് നിർദ്ദേശിച്ചു. ഇക്കാര്യങ്ങൾ മറച്ചുപിടിക്കാൻ ജനങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണ് മേയറെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. 200ഓളം വരുന്ന നികുതിദായകര് കോർപ്പറേഷനെതിരെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരുന്നു. അതിൽ ഹൈക്കോടതി ഒരു വിധിന്യായം പ്രഖ്യാപിക്കുകയുണ്ടായി. 16 മുതൽ മേടിച്ച അധിക നികുതി തിരിച്ചു കൊടുക്കണം, അത് വാങ്ങാൻ പാടില്ലെന്നും ഹൈക്കോടതി വിധിയിലൂടെ പറഞ്ഞിരിക്കുകയാണ്. അത് കൂടുതൽ സംസാരിക്കുമെന്ന് മനസ്സിലാക്കിയ മേയറും CPM നേതാക്കളും ആ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒളിച്ചോടുകാനുണ്ടായത്. ഇത് തൃശൂർ ജനതയിലുള്ള വഞ്ചനയാണ്. ഹൈക്കോടതി വിധി കൗൺസിലിന്റെ അംഗീകാരമില്ലാതെ അപ്പീൽ പോയിരിക്കുകയാണ് മേയർ. അപ്പീലിന് പോയി നടപടി പിൻവലിക്കണം. മാത്രമല്ല ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരുടെ പേരിൽ നിന്നും ഈ തുക മുഴുവൻ ഈടാക്കണം. 3 വർഷത്തിൽ കൂടുതൽ പുറകിലോട്ടുള്ള നികുതി പിരിക്കാൻ പാടില്ല എന്ന മുനിസിപ്പാലിറ്റി ചട്ടം നിലനിൽക്കെ 7-8 വർഷത്തെ നികുതിയാണ് പലിശയും പഴപ്പലിശയും അടക്കം ജനങ്ങളെ ഇന്ന് കൊള്ളയടിച്ചത്. 198ഓളം ആളുകൾ പോയ കേസിൽ കോടതി ഒരു പൊതുവിധി ന്യായം വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ബാധകമായ വിധിന്യായം. അതിനെതിരെ കൗൺസിലിൽ ഒരു അറിയിപ്പ് നൽകിയാതെയാണ് ഇവർ അപ്പീൽ പോയിട്ടുള്ളത്. ഇത് ജനങ്ങളോടുള്ള വഞ്ചനയാണ്. ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന നടപടിയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ചേംബറിൽ നിന്നും പുറത്തു കടക്കാനുള്ള മേയറുടെ ശ്രമം പ്രതിപക്ഷം തടഞ്ഞതോടെ സംഘർഷാവസ്ഥ ഉടലെടുത്തു. ഭരണപക്ഷാംഗങ്ങളുടെയും പോലീസിന്റെയും സംരക്ഷണയിൽ മേയർ പുറത്തു കടക്കാൻ ശ്രമിച്ചതോടെ പോലീസും പ്രതിപക്ഷ കൌൺസിലർമാരും തമ്മിൽ ഉന്തും തള്ളുമായി. സംഘർഷത്തിൽ പ്രതിപക്ഷാംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ മുകേഷ് കൂളപ്പറമ്പിൽ നിലത്ത് വീണു. ഒടുവിൽ പുറത്തു കടന്ന മേയർ പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചു. നികുതി പിരിവ് നടത്താതെ കോർപ്പറേഷന് ബാധ്യത ഉണ്ടാക്കിയത് മുൻ UDF ഭരണസമിതിയാണെന്നും അതിന്റെ ഉത്തരവാദിത്തം മറയ്ക്കാനാണ് ഇത് സംബന്ധിച്ച അജണ്ട ചർച്ച ചെയ്യാതെ പ്രതിപക്ഷം രാഷ്ട്രീയ നാടകം കളിക്കുന്നതെന്നും മേയർ കുറ്റപ്പെടുത്തി. മുൻ മേയറായ IP പോൾ, രാജൻ J പല്ലൻ എന്നിവരുടെ കാലത്ത് ടാക്സേഷൻ നടപടി പൂർത്തീകരിക്കാതെ, അതായത് 13/11/2013 56 നമ്പർ കൗൺസിൽ തീരുമാനപ്രകാരം അന്തിമ വിജ്ഞാപനം പത്രപരസ്യം ചെയ്തിട്ടില്ലാത്തതാണ്. ഇതിന്റെ ഭാഗമായി ഹൈക്കോടതി വിധി പ്രകാരം 198 പേർക്ക് നികുതി പിരിക്കാൻ പാടില്ല എന്ന് ഉത്തരവായിട്ടുണ്ട്. ഈ ഉത്തരവ് പ്രകാരം കോടികളുടെ നഷ്ടം കോർപ്പറേഷന് വരുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ ഉത്തരവാദികളെ കണ്ടുപിടിക്കണമെന്ന് കൗൺസിലിൽ മേയർ എന്ന നിലയിൽ ഞാൻ പ്രത്യേക കുറിപ്പ് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അന്വേഷണം തടസ്സപ്പെടുത്തുക എന്നതാണ് ഈ അലങ്കോലപ്പെടുത്തലിന്റെ അജണ്ട. നിയമപരമായ നടപടി പ്രകാരം ഈ ഉത്തരവാദികൾ നിന്ന് തന്നെ ഈടാക്കുന്നതാണ്
ഇത് ജനങ്ങൾ തിരിച്ചറിയാതിരിക്കാനാണ് ഇന്നത്തെ കൗൺസിലിൽ നടന്ന ഈ കപട നാടകം. അപകടാവസ്ഥയിലായ 271 കെട്ടിടങ്ങളുടെ കാര്യത്തിലെ ഉദ്യോഗസ്ഥ നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ട് അടുത്ത കൗൺസിലിൽ സമർപ്പിക്കാൻ മേയർ നിർദ്ദേശിച്ചു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൗൺസിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മേയർ അറിയിച്ചു. അതേസമയം കോർപ്പറേഷനുള്ളിൽ വൈദ്യുതി വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ സീലിംഗ് അടർന്നു വീണത് കുറ്റകരമായ അനാസ്ഥയ്ക്ക് ഉദാഹരണമാണെന്ന് പ്രതിപക്ഷ നേതാവ് യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. TCV തൃശൂർ. തൃശൂർ നഗരത്തിൽ യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ തിരക്കേറിയ സമയത്ത് പഴയ കെട്ടിടം പൊളിച്ചത് പ്രതിഷേധത്തിനിടയാക്കി. പുത്തൻപള്ളിക്ക് മുൻവശത്തായി സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ വ്യക്തിയുടെ പഴകിയ കെട്ടിടത്തിന്റെ മുകൾ നിലയാണ് ഇപ്രകാരം പൊളിച്ചത്. പൊതുവെ തിരക്കേറിയ പ്രദേശത്ത് ഏറെ തിരക്കുള്ള പകൽ സമയത്താണ് പൊളിക്കൽ നടത്തിയത് എന്നത് അപകടം ക്ഷണിച്ചു വരുത്തുന്നതായി. കാൽനട യാത്രക്കാരും ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ ഇടതടവില്ലാതെയും കടന്നുപോകുന്ന സ്ഥലത്താണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും നടത്താതെ പൊളിച്ചു നീക്കൽ നടത്തിയത്. തൊഴിലാളികൾ അശ്രദ്ധമായി കെട്ടിടത്തിന്റെ ചുമരുകൾ പൊളിച്ചതോടെ ഇവ നേരെ വന്നു പതിച്ചത് റോഡിലാണ്. ഇതോടെ സമീപത്തെ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. വിവരമറിയിച്ചതിനെ തുടർന്ന് കൗൺസിലർ ജോൺ ഡാനിയലും ഡിവിഷൻ കൗൺസിലർ സിന്ധു ആൻഡോ ചാക്കോളയും സ്ഥലത്തെത്തി. പിന്നീട് കോർപ്പറേഷൻ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി സുരക്ഷ ഉറപ്പുവരുത്തി മാത്രം പൊളിക്കൽ നടപടികൾ നടത്തിയാൽ മതിയെന്ന് നിർദ്ദേശിച്ചതോടെ കരാറുകാരൻ താൽക്കാലികമായി പ്രവർത്തികൾ നിർത്തിവെച്ചു. തിരക്ക് കുറഞ്ഞ രാത്രി സമയത്ത് സുരക്ഷിതമായി പൊളിച്ചു നീക്കൽ നടത്താനായിരുന്നു നിർദ്ദേശിച്ചതെങ്കിലും ഉദ്യോഗസ്ഥർ മടങ്ങിയതോടെ നിർദ്ദേശങ്ങൾ അവഗണിച്ച് കരാറുകാരൻ ബാക്കി ഭാഗവും പൊളിച്ചു നീക്കി. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗം മുൻപ് തകർന്നു വീണിരുന്നു. ഇതോടെ അപകട സാധ്യത കണക്കിലെടുത്ത് കെട്ടിടം പൊളിച്ചു നീക്കാൻ കോർപ്പറേഷൻ ഉടമയ്ക്ക് നിർദ്ദേശവും നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൊളിച്ചു നീക്കൽ നടത്തിയത്. വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാതെയും കോർപ്പറേഷൻ അധികൃതരുടെ മേൽനോട്ടം ഇല്ലാതെയുമാണ് പ്രവർത്തികൾ നടത്തിയത് എന്നത് ഗുരുതരമായ അനാസ്ഥയാണെന്ന് വ്യാപാരികളും കൗൺസിലർമാരും ആരോപിച്ചു. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിനോട് ചേർന്ന് നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം ഇതിനു സമീപത്ത് കാലപ്പഴക്കത്തിൽ ജീർണാവസ്ഥയിലായ ബഹുനില കെട്ടിടം അപകടാവസ്ഥയിൽ നിലകൊള്ളുന്നതും ആശങ്കയ്ക്ക് ഇടം നൽകുകയാണ്. TCV തൃശൂർ. വിദ്യാഭ്യാസ വായ്പ തിരിച്ചടച്ചിട്ടും ബാങ്ക് NOC നൽകുന്നില്ലെന്ന പരാതിയിൽ നടപടി. പരാതിക്കാർക്ക് അനുകൂല തീരുമാനവുമായി ബാങ്ക്. നടപടി TCV വാർത്തയെ തുടർന്ന്. ഒല്ലൂർ തോണിവളപ്പിൽ ശ്രീഹരിയെടുത്ത വിദ്യാഭ്യാസ വായ്പയിലാണ് വായ്പ തിരിച്ചടച്ചിട്ടും NOC നൽകാൻ ബാങ്ക് തയ്യാറാവാതിരുന്നത്. 1.5 ലക്ഷം രൂപയാണ് ഒല്ലൂരിലെ കനറ ബാങ്ക് ശാഖയിൽ നിന്ന് വായ്പ എടുത്തിരുന്നത്. വായ്പ മുടങ്ങിയതോടെ ബാങ്ക് ജപ്തി നടപടിയിലേക്ക് നീങ്ങി. എന്നാൽ വായ്പ മുഴുവൻ തിരിച്ചടച്ചിട്ടും വായ്പ ക്ലോസ് ചെയ്ത് നൽകാൻ ബാങ്ക് തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് TCV വാർത്ത നൽകിയത്. TCV വാർത്തയെ തുടർന്നാണ് അനുകൂല നടപടി സ്വീകരിക്കാൻ ബാങ്ക് തയ്യാറായതെന്ന് ശ്രീഹരിയുടെ അമ്മ ശശികല പറഞ്ഞു. നമുക്ക് മകൻ്റെ RR ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, ബാങ്കായിട്ട്, കാനറ ബാങ്ക് ഒല്ലൂരായിട്ട്. അപ്പോൾ അതിൻ്റെ പ്രകാരം നമുക്ക് RR തരില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് അന്ന് TCVയിലെ ന്യൂസ് വന്നതിൻ്റെ പിന്നാലെ തന്നെ റീജിയണൽ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് പിറ്റേ ദിവസം നമുക്കൊരു അദാലത്ത് വെച്ചു. അതിൽ നമ്മുടെ പേര് ഉൾപ്പെടുത്തി അദാലത്തിൽ മകളുടെയും കൂടെ സെറ്റിൽ ചെയ്യാനുള്ള ഒരു എമൗണ്ട് പറഞ്ഞു. അത് പ്രകാരം നമുക്ക് RR ബാങ്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് TCVയിലെ വാർത്ത വന്നതിനെ തുടർന്നാണ് നമുക്കിത് പെട്ടെന്ന് കിട്ടിയത്, ബാങ്ക് തന്നതും. അതിന് ഒരുപാട് നന്ദിയുണ്ട് TCVയോട്. നമ്മളൊക്കെ സാധാരണ ജനങ്ങളല്ലേ, അപ്പം നമ്മളെപ്പോലെയുള്ളവർക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകുന്ന കാര്യം ഇത്രയും എമൗണ്ടൊക്കെ പിന്നാലെ തുടർച്ചയായിട്ട് തരാമെന്ന് പറയുമ്പോൾ എല്ലാം പരിഹരിച്ച് കിട്ടിയതിൽ വളരെ നന്ദിയുണ്ട് TCVയോട്. പാലപ്പിള്ളിയിൽ തുടർച്ചയായ 2ാം ദിവസവും വീടിന് നേരെ കാട്ടാനാക്രമണം. പാലപ്പിള്ളി അക്കരപ്പാടി പുഴിതറ സുധീരന്റെ വീടിന് നേരെയായിരുന്നു കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. 5 ആനകളാണ് വീട്ടുമുറ്റത്തെത്തി ഭീതി പരത്തിയത്. വീടിന് മുകളിലേക്ക് കവുങ്ങുകൾ മറിച്ചിട്ട ആനക്കൂട്ടം കോഴിക്കോടും തൊഴുത്തും തകർത്തു. തിങ്കളാഴ്ച രാത്രിയിലാണ് ആനക്കൂട്ടം ജനവാസ മേഖലയിലെത്തി നാശനഷ്ടം വരുത്തിയത്. മണിക്കൂറുകളോളം വീട്ടുമുറ്റത്ത് ഭീതി പരത്തിയ ആനകളെ പാലപ്പിള്ളിയിൽ നിന്നെത്തിയ വനപാലകർ ചൊവ്വാഴ്ച പുലർച്ചെയാണ് കാട് കയറ്റിയത്. കഴിഞ്ഞ ദിവസം പാലപ്പിള്ളി നടാമ്പാടം ചെമ്പലങ്കാട് പ്രദേശത്ത് കാട്ടാനയെത്തി പാലപ്പറമ്പിൽ ആസിയയുടെ വീടിന് മുകളിലേക്ക് മരങ്ങൾ മറിച്ചിട്ടിരുന്നു. കുതിരാൻ ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥ. വണിയമ്പാറയിൽ എമർജൻസി ഓപ്പറേഷൻ സെന്ററായി ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കുമെന്ന റവന്യൂ മന്ത്രിയുടെ പ്രഖ്യാപനം നടപ്പായില്ല. 2023 ജൂൺ 9 തൃശൂർ ഫയർ സ്റ്റേഷനിൽ മൊബൈൽ ടാങ്കർ യൂണിറ്റിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് റവന്യൂ മന്ത്രി വാണിയമ്പാറയിൽ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ദേശീയപാതയിലെയും കുതിരാൻ തുരങ്കത്തിലെയും അപകടങ്ങളിൽ അടിയന്തര ഇടപെടലിന് പുതിയ ഫയർ സ്റ്റേഷൻ ഗുണകരമാകുമെന്ന് കാത്തിരുന്നവർക്ക് തെറ്റി. വർഷം 2 മിനിറ്റിട്ടും ഒന്നും സംഭവിച്ചില്ല. മണ്ണുത്തി മുതൽ പാലക്കാട് ജില്ലയുടെ അതിർത്തി വരെ ദേശീയപാത പരിധിയിൽ നിന്നും ഒരു വർഷം 250 ഫോൺ കോളുകളെങ്കിലും തൃശൂർ ഫയർ സ്റ്റേഷനിലെത്തും. ഇതിൽ ഭൂരിഭാഗവും റോഡപകടങ്ങളിൽ സഹായമെത്തിക്കാനാണ്.
കുതിരാൻ തുരങ്കത്തിലേക്ക് തൃശൂരിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരമുണ്ട്. ജീവന്റെ വിലയുള്ള മിനിറ്റുകളുമായി ഫയർഫോഴ്സ് ഓടിയെത്തുമ്പോഴേക്കും നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തേണ്ട അവസ്ഥയാണ്. എപ്പോഴും ജാഗ്രത പുലർത്തേണ്ട ഇടമാണ് കുതിരാൻ തുരങ്കം. കുതിരാൻ തുരങ്കം കേന്ദ്രീകരിച്ച് മാത്രം ഫയർഫോഴ്സിന്റെ സേവനം ആവശ്യമായിരിക്കെയാണ് കുറ്റകരമായ അനാസ്ഥ തുടരുന്നത്. അപകടങ്ങളിൽ സഹായമെത്തിക്കാനും ഗതാഗത തടസ്സം നീക്കാനും ക്രെയിൻ ഉൾപ്പെടെ സജ്ജീകരിച്ച പുതിയ സ്റ്റേഷന്റെ ആവശ്യകത ഏറെയാണ്. 2018-ൽ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ മേഖലയിൽ ഫയർ സ്റ്റേഷന്റെ ആവശ്യകതയെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. കുതിരാൻ തുരങ്കം ഉൾപ്പെടുന്ന പ്രദേശത്ത് ഒരു ഫയർ സ്റ്റേഷന്റെ ആവശ്യകത ഏതൊരു സാധാരണക്കാരന് പോലും മനസ്സിലാകും. വാഗ്ദാനങ്ങൾ വാക്കിലൊതുക്കാതെ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കുക എന്നത് അനിവാര്യമായ കാര്യമാണ്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ഷിബി പോട്ടോറിനോടൊപ്പം മുകേഷ് ലാൽ. ഇടവേള. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. BB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം BB കായം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. മഴക്കെടുതിയെ തുടർന്ന് ജില്ലയിൽ 23 വീടുകൾ ഭാഗികമായും 3 വീടുകൾ പൂർണ്ണമായും തകർന്നു. കനത്ത മഴയിൽ ചാലക്കുടി താലൂക്കിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. 116 കുടുംബങ്ങളിൽ നിന്നായി 337 പേരെ വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റി. അതേസമയം കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തെക്കൻ ഗുജറാത്തിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. വടക്ക് പടിഞ്ഞാറൻ ബംഗ്ലാദേശിനും ഗംഗാതട പശ്ചിമ ബംഗാളിനും മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കനത്ത മഴയും മിന്നൽ ചുഴലിയും എളവള്ളി പാവറട്ടി പഞ്ചായത്തുകളിൽ വ്യാപക നാശനഷ്ടമുണ്ടാക്കി. പ്രദേശത്തെ മരങ്ങൾ കടപുഴകി വീണു. വീടുകളുടെ ഓടും ഷീറ്റുകളും പറന്നുപോയി. ഇലക്ട്രിക് പോസ്റ്റുകൾ വീണും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി. കാക്കശ്ശേരി ഹനുമാൻകാവ് ക്ഷേത്രത്തിനു സമീപം മനോജ് കുമാറിന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിൽ മാവ് വീണ് ചില്ലുകൾ തകർന്നു. പ്രദേശത്തെ ബിജുവിന്റെ വീടിന് മുകളിലേക്ക് ശക്തമായ കാറ്റിൽ തെങ്ങ് വീണു. വീടിന് കേടുപാടുകൾ സംഭവിച്ചു. ആതിര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മുകളിലേക്ക് മാവ് കടപുഴകി വീണു. പാവർട്ടി പഞ്ചായത്തിൽ കുറ്റിക്കാട്ട് അന്തോണിയുടെ വീടിന് മുകളിൽ പ്ലാവ് വീണു. നീലങ്കാവിൽ NJ ലിയോയുടെ വീട്ടിൽ 2 മാവ് കടപുഴകി. പുത്തൂർ ഡേവിസിന്റെ വീട്ടിലെ ഷീറ്റ് കാറ്റിൽ പറന്നുപോയി. പാമ്പിങ്ങൽ മുരളിയുടെ വീട്ടിലെ ഐനിമരവും ഊരുപറമ്പിൽ രാമകൃഷ്ണന്റെ വീട്ടിലെ മാവും കാറ്റിൽ വീണു. മുരളി പെരുന്നെല്ലി MLA, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ, മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, ചിറ്റാട്ടുകര ലോക്കൽ സെക്രട്ടറി BR സന്തോഷ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചെറുപുഷ്പം ജോണി, എളവള്ളി വില്ലേജ് ഓഫീസർ ജോയിസി എന്നിവർ നാശനഷ്ടങ്ങളുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിച്ചു. TCV പാവറട്ടി. നാട്ടികയിൽ കടലേറ്റം രൂക്ഷം. നാട്ടിക ബീച്ച് റിസോർട്ടിന് സമീപമാണ് കടലേറ്റം രൂക്ഷമായത്. വിനോദസഞ്ചാരികൾക്കായി നിർമ്മിച്ച 30ഓളം ഷെഡുകളും സമീപ പ്രദേശങ്ങളിലെ തെങ്ങുകളും കടലെടുത്തു. കുഴിപ്പൻ തിരമാലകളാണ് നാശനഷ്ടമുണ്ടാക്കിയതെന്ന് സമീപവാസികൾ പറഞ്ഞു. നേരത്തെ പ്രദേശത്ത് കുഴിപ്പൻ തിരമാലകൾ കാരണം 20 മീറ്ററോളം കരഭാഗം കടലെടുക്കുകയും നിരവധി കാറ്റാടി മരങ്ങളും തെങ്ങുകളും കടപുഴകി വീഴുകയും ചെയ്തിരുന്നു. കനത്ത മഴയിൽ കുന്നംകുളം ചൊവ്വന്നൂരിൽ ഇരുനില വീട് തകർന്നു. ചൊവ്വന്നൂർ അയ്യപ്പത്ത് റോഡിൽ കോലാടിപ്പറമ്പിൽ ബിജേഷും കുടുംബവും താമസിച്ചിരുന്ന വീടാണ് തകർന്നത്. പുലർച്ചെ 4 മണിയോടെ വീടിന്റെ ചുവരുകൾ പൊട്ടുന്ന ശബ്ദം കേട്ട് ബിജീഷും ഭാര്യയും 2 കുട്ടികളടങ്ങുന്ന കുടുംബം പുറത്തേക്കോടി നിമിഷങ്ങൾക്കുള്ളിൽ വീട് പൂർണ്ണമായും നിലം പൊത്തുകയായിരുന്നു. കുടുംബക്ഷേത്രത്തിൽ പോകുന്നതിനായി ബിജേഷ് നേരത്തെ എഴുന്നേറ്റിരുന്നു. ഈ നേരത്താണ് ചുമർ പൊട്ടുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെയാണ് ഭാര്യയും കുട്ടികളുമായി പുറത്തേക്ക് ഓടിയത്. കൊടുങ്ങല്ലൂർ പാലിയം തുരുത്തിൽ മത്സ്യത്തൊഴിലാളി പുഴയിൽ മുങ്ങി മരിച്ചു.
പാലിയന്തുരത്ത് കോഴിപ്പറമ്പിൽ 63 വയസ്സുള്ള ബോസാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് മുതൽ ഇയാളെ കാണാതായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ചൊവ്വാഴ്ച ഉച്ചയോടെ മൃതദേഹം പുഴയിൽ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വെള്ളം കയറിയതിനാൽ മനക്കൊടി പുള്ള റോഡ്, മനക്കൊടി കോടഞ്ഞൂർ റോഡ്, കരാഞ്ചിറ ബണ്ട് റോഡ് എന്നിവ അടച്ചു. ഇതുവഴിയുള്ള ഗതാഗതം പൊതുമരാമത്ത് വകുപ്പ് പൂർണ്ണമായി നിരോധിച്ചു. സമീപത്തെ പാടത്തു നിന്നും ഇറിഗേഷൻ കനാലിൽ നിന്നും റോഡിലേക്ക് ക്രമാതീതമായി വെള്ളം കയറി ഗതാഗതം അപകട ഭീഷണിയിലായ സാഹചര്യത്തിലാണ് നിരോധനമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു. കാലവർഷം സംബന്ധിച്ച് നവമാധ്യമങ്ങളിലൂടെ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതായി മേയർ MK വർഗീസ്. ഇത്തരം വാർത്തകളിൽ വഞ്ചിതരാകരുതെന്ന് മേയർ പറഞ്ഞു. സർക്കാർ, കോർപ്പറേഷൻ, പോലീസ് എന്നിവരുടെ നിർദ്ദേശം മാത്രം ശ്രദ്ധിക്കണം. പൊതുജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മേയർ അറിയിച്ചു. ചേലക്കരയിൽ കാട്ടുചോലയിൽ വെള്ളം പതഞ്ഞു പൊങ്ങിയത് നാട്ടുകാരിൽ ആശങ്ക പരത്തി. വാരിത്തുകുന്ന് പ്രദേശത്താണ് കാട്ടിൽ നിന്നും ഒഴുകിവരുന്ന ചോലയിൽ വെള്ളം പതഞ്ഞു പൊങ്ങിയത്. ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്കെടുത്തതായി വാർഡ് മെമ്പർ PC മണികണ്ഠൻ അറിയിച്ചു. മുള്ളൂർക്കരയിൽ ബീവറേജസ് ഔട്ട്ലെറ്റ് തുറക്കാനുള്ള തീരുമാനം സ്റ്റേ ചെയ്ത ഹൈക്കോടതി. ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസിന്റേതാണ് ഉത്തരവ്. സൗഹൃദ വില്ല റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. മുള്ളൂർക്കര പഞ്ചായത്തിലെ അകമലയിൽ ബീവറേജ് തുറക്കാൻ ഇക്കഴിഞ്ഞ മെയ് 19 സംസ്ഥാന എക്സൈസ് കമ്മീഷണർ ലൈസൻസ് അനുവദിച്ചത്. വിജനമായ മേഖലയായതിനാൽ സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാകുമെന്നും സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ബീവറേജിന്റെ പ്രവർത്തനം ദോഷകരമായി ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് റെസിഡൻസ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചത്. അഭിഭാഷകരായ ശ്രീലക്ഷ്മി സാബു, VP മഹേശ്വരൻ എന്നിവർ ഹർജിക്കാർക്കു വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ 23 നാൾ നീണ്ട പരസ്യ പ്രചാരണത്തിന് ആവേശോജ്വലമായ കുട്ടിക്കലാശം. വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ. നിലമ്പൂരിനെ ഇളക്കിമറിച്ച് നടന്ന കുട്ടിക്കലാശം ആവേശമായി. ബുധനാഴ്ച നിശബ്ദ പ്രചാരണം നടക്കും. വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. 23 ജനവിധി അറിയാം. 7 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും അടങ്ങുന്നതാണ് നിലമ്പൂർ മണ്ഡലം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കേരള പോലീസിൽ കൂടുതൽ വനിതകൾക്ക് ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് മാതൃകാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് ആരോപിച്ച് കോർപ്പറേഷൻ കൌൺസിലർ ജോൺ ഡാനിയൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. തെരഞ്ഞെടുപ്പ് വേളകളിൽ അധികാര സ്ഥാനത്തിരിക്കുന്നവർ വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ആനുകൂല്യ പ്രഖ്യാപനങ്ങളോ സൗജന്യങ്ങളോ സഹായ പദ്ധതികളോ പ്രഖ്യാപിക്കുന്നത് ചട്ടലംഘനമാണെന്ന് പരാതിയിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇമെയിലിൽ അയച്ച പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റം ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. പാലിയക്കരയിലെ ടോൾ പിരിവിൽ ഇടപെട്ട് ഹൈക്കോടതി. യാത്രാ സൗകര്യം ഉറപ്പുവരുത്താൻ കഴിയില്ലെങ്കിൽ ടോൾ പിരിക്കരുതെന്ന് ഹൈക്കോടതി വാക്കാൽ നിരീക്ഷിച്ചു. ടോൾ നൽകുന്ന യാത്രക്കാർക്ക് സുഗമമായ യാത്ര ഒരുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുവാൻ ദേശീയപാത അതോറിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി.
അടിപ്പാതകളുടെ നിർമ്മാണം കഴിയും വരെ ടോൾ പിരിവ് നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ട് KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. കേസ് വീണ്ടും ഈ മാസം 25-ന് പരിഗണിക്കാൻ മാറ്റി. ജൂതപ്പള്ളി സംരക്ഷിക്കാൻ മാള പഞ്ചായത്ത് കത്ത് നൽകിയാൽ ഇസ്രായേൽ എംബസിയുമായി ആശയവിനിമയം നടത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മേൽക്കൂര തകർന്നു വീണ ജൂതപ്പള്ളി സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും മേൽക്കൂര തകർന്ന ശേഷമുള്ള നിർമ്മാണങ്ങളും സംബന്ധിച്ച് മുസിരിസ് പൈതൃക പദ്ധതി മാനേജർ സജന വസന്തരാജുമായി കേന്ദ്രമന്ത്രി ആശയവിനിമയം നടത്തി. ജൂതപ്പള്ളിയുടെ ഉടമസ്ഥാവകാശമുള്ള മാള പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തിയില്ല. പഞ്ചായത്തുമായി ആശയവിനിമയം നടത്താൻ മുസിരിസ് പൈതൃക പദ്ധതി മാനേജരോട് സുരേഷ് ഗോപി നിർദ്ദേശിച്ചു. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ, KP ജോർജ്, P വിപിൻ, KK അജയ്കുമാർ, ലോചനൻ അമ്പാട്ട് തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ 6 കേന്ദ്രങ്ങളിലായി നടത്താൻ തീരുമാനം. ദേവസ്വം മന്ത്രി VN വാസവൻ മുഖ്യ രക്ഷാധികാരിയായി സംഘാടക സമിതി രൂപീകരിച്ചു. ചെമ്പൈ സ്വാമികളുടെ ജന്മനാടായ പാലക്കാട്ടെ കോട്ടായി ഗ്രാമത്തിൽ ചിങ്ങം 1-ന് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നടക്കും. ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ നടന്ന യോഗത്തിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിക്കും. ഭരണസമിതി അംഗം C മനോജ്, കരിവള്ളൂർ മുരളി, ഡോക്ടർ P രാജേഷ് കുമാർ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, വൈക്കം വേണുഗോപാൽ, സജീവൻ നമ്പിയത്ത്, KG സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മഴ കനത്തതോടെ അപകടക്കെണിയായി ചാവക്കാട് ദേശീയപാതയിലൂടെയുള്ള യാത്ര. പുതുതായി നിർമ്മിച്ച സർവീസ് റോഡിലാണ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇരുചക്രയാത്രികർ ജീവൻ പണയപ്പെടുത്തിയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. കുഴിയിൽ വീണ് അപകടം പതിവാണ്. തിരുവത്ര ഭാഗത്താണ് കൂടുതൽ അപകടം. വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം കുഴികൾ കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്. ചില കുഴികൾ വലിയ ആഴമുള്ളതിനാൽ വീണാൽ വാഹനം മറിഞ്ഞ് അപകടമുറപ്പ്. ഇവിടെ ഗതാഗതക്കുരുക്കും പതിവാണ്. ദീർഘദൂര യാത്രികരടക്കം 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. മഴ കനത്താൽ റോഡും ഒലിച്ചു പോകുന്ന സ്ഥിതിയാണ്. പ്രധാന പാത തുറന്നു കൊടുക്കാത്തതിനാൽ സർവീസ് റോഡിലൂടെയാണ് നിലവിൽ വാഹനങ്ങൾ കടന്നുപോകുന്നത്. TCV ന്യൂസ്, ചാവക്കാട്. ഇരിങ്ങാലക്കുട പോട്ട റൂട്ടിൽ നിയന്ത്രണം വിട്ട ട്രാവലർ തൊമ്മാന പാടത്തേക്ക് മറിഞ്ഞു. 20ഓളം പേർക്ക് നിസ്സാര പരിക്കേറ്റു. പരിക്കേറ്റവർ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം ആശുപത്രി വിട്ടു. ചാലക്കുടി ഭാഗത്തു നിന്നും വന്നിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് പാടത്തിനോട് ചേർന്നുള്ള ബാരിക്കേഡുകൾ തകർത്ത് മറിയുകയായിരുന്നു. സ്ഥിരം അപകട സ്ഥലമായ ഈ പ്രദേശം ബ്ലാക്ക് സ്പോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൈപ്പ് ലൈൻ സ്ഥാപിക്കാനെടുത്ത റോഡിലെ കുഴിയിൽ സ്കൂൾ വാൻ താഴ്ന്നു. വൻ അപകടം ഒഴിവായി. കണ്ണാറ ഹണി പാർക്കിന് സമീപമാണ് സംഭവം. തൃശൂർ കോർപ്പറേഷനിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിനായി പൈപ്പ് ലൈൻ സ്ഥാപിച്ച കുഴിയിലാണ് സ്കൂൾ വാൻ താഴ്ന്നത്. വാഹനത്തിൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. കരുവന്നൂർ സഹകരണ ബാങ്ക് വിഷയം കരുവന്നൂരിന്റെ മാത്രം പ്രശ്നമല്ലെന്നും കേരളത്തിലാകെയുള്ള സഹകരണ മേഖലയിലുള്ള പ്രശ്നമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപമുണ്ടായിട്ടും സ്വകാര്യ വ്യക്തിയുടെ നായയുടെ ആക്രമണത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട പൊറത്തിശ്ശേരി സ്വദേശി കോട്ടയ്ക്കകത്തുകാരൻ പൌലൂസിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, ജനറൽ സെക്രട്ടറിമാരായ കൃപേഷ് ചെമ്മണ്ട, KP ഉണ്ണികൃഷ്ണൻ, KP ജോർജ്, മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് തുടങ്ങിയവർ കേന്ദ്രമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിലെ ചോർച്ച പരിശോധിക്കുന്നതിനിടെയുണ്ടായ തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. വട്ടനാത്ര കൈനാത്തോടൻ വീട്ടിൽ 62 വയസ്സുള്ള അശോകനാണ് മരിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. മെയ് 30-ന് കണ്ണമ്പത്തൂർ പൊന്നാമ്പിടി ബിന്ദുവിന്റെ വീട്ടിലായിരുന്നു സംഭവം. അപകടത്തിൽ ഗുരുതരമായ പൊള്ളലേറ്റ ബിന്ദു ചികിത്സയിലാണ്. ഗ്യാസ് സിലിണ്ടർ സർവീസ് ചെയ്യാനെത്തിയ അശോകൻ അടുക്കളയിൽ സിലിണ്ടർ പരിശോധിക്കുന്നതിനിടെയായിരുന്നു അപകടം. ചാഴൂർ പഞ്ചായത്തിൽ പടവ് കമ്മിറ്റികൾ മത്സ്യകൃഷിയുടെ പേരിൽ അടച്ചിട്ടിരിക്കുന്ന വെള്ളം ഒഴുകിപ്പോകാനുള്ള സ്ലൂയിസുകൾ ഉടൻ തുറക്കാൻ നിർദ്ദേശം. സ്ലൂയിസുകൾ അടച്ചിട്ടത് മൂലം പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ആലപ്പാട്ടുപടവ്, പുള്ളുപടവ് എന്നിവയുടെ ഭാരവാഹികൾക്കാണ് സ്ഥലം സന്ദർശിച്ച് ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KB മോഹൻദാസ്
നിർദ്ദേശം നൽകിയത്. പുത്തൻതോടിനോട് ചേർന്ന് അടച്ചിട്ട സ്ലൂയിസുകൾ കണ്ടു ബോധ്യപ്പെട്ട ശേഷമാണ് അവ മുഴുവനായി തുറക്കാൻ പ്രസിഡന്റ് നിർദ്ദേശം നൽകിയത്. ആക്ഷേപങ്ങളും സമ്മർദ്ദങ്ങളും ശക്തമായതിനെ തുടർന്ന് പരിശോധിക്കാനെത്തുന്നവരെ കബളിപ്പിക്കാനായി ചില സ്ലൂയിസുകൾ ഒരു പലക മാത്രം തുറന്ന നിലയിലും മറ്റുള്ളവ മുഴുവനായി അടച്ച നിലയിലുമായിരുന്നു. മത്സ്യകൃഷിക്കായാണ് സ്ലൂയിസുകൾ അടച്ചിട്ടിരിക്കുന്നത്. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപേ എല്ലാ സ്ലൂയിസുകളും തുറന്നിടാൻ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശമുണ്ടായിരുന്നിട്ടും അത് മാനിക്കാതെ മത്സ്യകൃഷി കരാറുകാരിൽ നിന്നുള്ള കമ്മീഷൻ കൊതിച്ചാണ് പടവ് കമ്മിറ്റികൾ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് ആരോപണം. വെള്ളം സുഗമമായി ഒഴുകിപ്പോകാത്തതിനാൽ ചാഴൂർ പാറളം കോൾ മേഖലയിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ആലപ്പാട് പുള്ള് സഹകരണ സംഘത്തിന്റെ മേൽനോട്ടത്തിലുള്ളവയാണ് ഈ 2 പാടശേഖരങ്ങൾ. ആലപ്പാട് വില്ലേജ് ഓഫീസർ, നാട്ടുകാർ എന്നിവരും പ്രസിഡന്റിനോടൊപ്പം സ്ഥലത്തെത്തിയിരുന്നു. TCV തൃശൂർ. പൂജയുടെ മറവിൽ സ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ജീവനക്കാരനെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ ജീവനക്കാരനായ TA അരുണാണ് അറസ്റ്റിലായത്. 2 കുട്ടികളുടെ അമ്മയായ 38-കാരിയാണ് പരാതിക്കാരി. കുടുംബ പ്രശ്നങ്ങൾ തീർക്കാനായി പൂജയ്ക്കെത്തിയ യുവതിയുമായി സൗഹൃദത്തിലായ ശേഷം വാട്സപ്പ് കോളിൽ വിളിച്ച് നഗ്നത പകർത്തുകയും പിന്നീട് ഇത് കാണിച്ച് പീഡിപ്പിച്ചുവെന്നുമാണ് പരാതി. ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി ഒളിവിലാണെന്നും പോലീസ് പറഞ്ഞു. വിനോദവും വിജ്ഞാനവും പങ്കുവച്ച് 30 വർഷമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന കേരള വിഷന്റെ തൃപ്രയാർ മേഖല ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായ തൃപ്രയാർ മീഡിയ കൺവർജൻസ് SSLC +2 വിജയികളെ അനുമോദിച്ചു. ഉപഭോക്താക്കളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. തൃപ്രയാർ കിഴക്കേനട കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങ് റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ് അധ്യക്ഷനായി. CC മുകുന്ദൻ MLA സൗജന്യ ബ്രോഡ്ബാൻഡ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തക ഷാനി പ്രഭാകർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിജ്ഞാന കേരളം സ്ട്രാറ്റജിക് അഡ്വൈസർ ഡോക്ടർ P. സരിൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, TMC മാനേജിംഗ് ഡയറക്ടർ TD സുഭാഷ്, EL ടോണി, കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടി, KCCL MD PP സുരേഷ് കുമാർ, എക്സൈസ് ഇൻസ്പെക്ടർ N. രാജേഷ്, ചലച്ചിത്ര സംവിധായകൻ സജീവൻ അന്തിക്കാട്, COA ജില്ലാ സെക്രട്ടറി P. ആന്റണി, തൃശൂർ കേരള വിഷൻ ചെയർമാൻ KC ജോൺസൺ, MD ജയപ്രകാശ്, COA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബിജുകുമാർ, മേഖലാ പ്രസിഡന്റ് TM റഹീം, സെക്രട്ടറി KR സുമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സ്വന്തം വൃക്കദാനം ചെയ്ത ജീവകാരുണ്യ പ്രവർത്തകൻ ഷൈജു സായിറാമിനെ ചടങ്ങിൽ ആദരിച്ചു. TCV തൃപ്രയാർ. KSRTCയിൽ നിന്നും രാജിവെച്ച ജീവനക്കാരന് നിയമപ്രകാരം അർഹതയുള്ള 72 ദിവസത്തെ ആർജിതാവധി അംഗീകരിച്ച് 2 മാസത്തിനകം തുക നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം V. ഗീത ഉത്തരവിട്ടു. സർക്കാർ ഉത്തരവ് നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് KSRTC കമ്മീഷനെ അറിയിച്ച സാഹചര്യത്തിലാണ് ഉത്തരവ്. സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള ആനുകൂല്യം നൽകാനാവില്ലെന്ന് KSRTCയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് തീരുമാനിക്കാൻ കഴിയുമോ എന്നത് പരിശോധിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. സർക്കാർ പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം ആനുകൂല്യം നൽകാൻ കഴിയില്ലെങ്കിൽ സർക്കാരിനെ അറിയിച്ച് സർക്കുലറിൽ മാറ്റം വരുത്തേണ്ടതായിരുന്നുവെന്നും കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞു. KSRTCയുടെ തൃശൂർ ഡിപ്പോയിൽ നിന്നും 2013 ജൂൺ 4 രാജിവെച്ച് സിവിൽ സപ്ലൈസ് വകുപ്പിൽ ജോലിയിൽ പ്രവേശിച്ച തൃശൂർ സ്വദേശി TO ജോജു സമർപ്പിച്ച പരാതിയിലാണ് നടപടി. തളിക്കുളത്ത് വീടുകയറി ആക്രമണം നടത്തിയ കേസിലെ പ്രതിയെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തളിക്കുളം പത്താങ്കല്ല് സ്വദേശി പണിക്കവീട്ടിൽ ഷാഹിദിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. തളിക്കുളം സ്വദേശി അറക്കവീട്ടിൽ നവാസിനെയാണ് പ്രതി വീട് കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര നടൻ ഭരത് ബാലൻ K. നായരുടെ ഭാര്യ രാമൻകണ്ടത്ത് ശാരദാമ്മ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ഷൊർണൂർ വാടാനംകുരിശിയാണ് സ്വദേശം. വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കേബിൾ TV ഓപ്പറേറ്റർ RB അനിൽകുമാർ, പരേതനായ ചലച്ചിത്ര നടൻ മേഘനാഥൻ എന്നിവർ മക്കളാണ്. പാലസ്തീൻ ജനതയ്ക്ക് മേലുള്ള അമേരിക്ക ഇസ്രായേൽ അധിനിവേശത്തിനും വംശഹത്യയ്ക്കുമെതിരെ CPIML റെഡ് സ്റ്റാറിന്റെ നേതൃത്വത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ സായാഹ്നം സംഘടിപ്പിച്ചു. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ നടന്ന പരിപാടി സംസ്ഥാന കമ്മിറ്റി അംഗം K. ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം KV പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. K. സഹദേവൻ, ഡോക്ടർ സ്മിത, PN പ്രോവിന്റ്, PJ മോൻസി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,200 രൂപ, പവന് 73,600 രൂപ. വെള്ളി ഗ്രാമിന് 115 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4,258 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കോർപ്പറേഷനിൽ നാടകീയ രംഗങ്ങൾ. അടിയന്തര കൌൺസിലിൽ ചർച്ച പൂർത്തീകരിക്കാതെ മേയർ യോഗം പിരിച്ചുവിട്ടു. പ്രതിപക്ഷം മേയറെ ഉപരോധിച്ചത് സംഘർഷത്തിനിടയാക്കി. വിദ്യാഭ്യാസ വായ്പ തിരിച്ചടച്ചിട്ടും ബാങ്ക് NOC നൽകുന്നില്ലെന്ന പരാതിയിൽ നടപടി. പരാതിക്കാർക്ക് അനുകൂല തീരുമാനവുമായി ബാങ്ക്. ആലപ്പുഴയിൽ വീണ്ടും വീടിന് നേരെ കാട്ടാനാക്രമണം. വീടിനുള്ളിലേക്ക് പ്രചരണ കാട്ടാനക്കൂട്ടം. കോഴിക്കോട് തൊഴുത്തും തകർത്തു. 5 ജനങ്ങളാണ് വീണ്ടും മുൻനിർത്തി ഭീതി പരത്തിയത്. ദേശീയപാത കുതിരാനിൽ അപകടങ്ങൾ തുടർക്കഥ. വാണിയമ്പാറയിൽ എമർജൻസി ഓപ്പറേഷൻ സെന്ററായി ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കുമെന്ന റവന്യൂ മന്ത്രിയുടെ പ്രഖ്യാപനം നടപ്പായില്ല. ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. പാവറട്ടിയിൽ മിന്നൽ ചുഴലിയിൽ പരക്കിയ നാശം. ചൊവ്വന്നൂരിൽ 2 നില വീട് തകർന്നു വീണു. കൊടുങ്ങല്ലൂരിൽ മത്സ്യത്തൊഴിലാളി പുഴയിൽ മുങ്ങി മരിച്ചു. മനക്കൊടി പുള്ള റോഡ്, മനക്കൊടി കോടഞ്ഞു റോഡ് എന്നിവ അടച്ചു. മുള്ളൂർക്കരയിൽ ബീവറേജസ് ഔട്ട്ലെറ്റ് തുറക്കാനുള്ള തീരുമാനം സ്റ്റേ ചെയ്ത ഹൈക്കോടതി. സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാകുമെന്ന ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.